മുട്ടിൽ മരമുറയിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ അപ്പീൽ നൽകിയ കോടതി ഉത്തരവിന്റെ പകർപ്പ് 24-ന് സർക്കാർ കണ്ടുകെട്ടി ഈട്ടിത്തടിയിൽ അവകാശവാദം ഉന്നയിച്ചതിന് ഒരു തെളിവും ഹാജരാക്കാനായില്ലെന്ന് വയനാട് ജില്ലാ സെഷൻസ് കോടതി വ്യക്തമാക്കുന്നുണ്ട്. തടിക്കച്ചവടത്തിനുള്ള ലൈസൻസും ഹാജരാക്കിയില്ല എന്ന ഉത്തരവിൽ പറയുന്നു. പ്രസാദ് കാളിദാസാണ് ഇപ്പോൾ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നത്. പ്രസാദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, അതുതന്നെയാണ്. മുട്ടിൽ മരമുറിക്കൊള്ളയിൽ പ്രതികൾക്കെതിരെ കടുത്ത പരാമർശങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രതികളുടെ അപ്പീൽ തള്ളിയ കോടതി വിധി പകർപ്പിലും ഉള്ളത് എന്ന് തന്നെയാണ് എടുത്തു സൂചിപ്പിക്കേണ്ടത്. അതായത് ഈ മരം മുറിയുമായി ബന്ധപ്പെട്ട് മരം മുറിക്കാനുള്ള ലൈസൻസോ തടിക്കച്ചവടത്തിനു വേണ്ട അനുമതികളോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ലൈസൻസോ ഒന്നും തന്നെ പ്രതികളുടെ പക്കലില്ല. പ്രതികൾക്കത് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൂടി കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ വനം വകുപ്പിന്റെ നടപടി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. ഒപ്പം തന്നെ തടികൾ സർക്കാരിൻ്റെതല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവുകൾ പോലും, ഒരു കീറക്കടലാസ് പോലും പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഈ കേസിന്റെ ഗൗരവം ഒന്നുകൂടി കൂട്ടുകയാണ്. വരും ദിവസങ്ങളിൽ ഏറെ തിരിച്ചടിയുള്ള ദിനങ്ങൾ കൂടിയായിരിക്കും മുട്ടിൽ മരമുറിക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക്, ഈ മുട്ടിൽ മരമുറിക്കൊള്ളയിലെ പ്രതികൾക്ക് എന്നുള്ളതും കൂടിയാണ് എടുത്ത് സൂചിപ്പിക്കേണ്ടത്. നമുക്കറിയാം 2020-21 കാലഘട്ടത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു കൊള്ള, ഒരു വിവാദ ഉത്തരവിന്റെ പേരിൽ ഒരു സർക്കാർ ഉത്തരവിന്റെ മറവിൽ ഇത്തരത്തിലൊരു കൊള്ള നടത്തിയിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ്. ഈ വരും ദിവസങ്ങളിൽ പ്രതികൾക്ക് ഏറെ തിരിച്ചടി ഏറിയ ദിവസങ്ങൾ കൂടിയായിരിക്കും. അതോടൊപ്പം സുൽത്താൻ ബത്തേരി കോടതിയിലുള്ള ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് ഇതിനെ സംബന്ധിച്ചുള്ള ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിധി പകർപ്പ് ഏറെ ഗുണകരമാകും എന്നുള്ളതും കൂടിയാണ്. പ്രസാദ് കാളിദാസാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.